ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസ്തറ്റിക് മേക്സ്. ഇപ്പൊ ഈ ഇൻട്രോ പറഞ്ഞിട്ട് കുറെ നാളായി എനിക്കറിയാം. അതിൻ്റെ ഒരു എനർജി കുറവ് ആ ഇൻട്രോയിലുണ്ട്. അതാരും കാര്യാക്കണ്ട. അപ്പൊ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ട് 1 മാസമായി. കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ റെസ്റ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഈ 1 മാസം റെസ്റ്റ് എടുക്കുമായിരുന്നു. അതാണ് വീഡിയോ ഒന്നും കാണാഞ്ഞത്. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ലാസ്റ്റ് ഷോർട്സ് പോയി കണ്ടാൽ മതി, മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ജേണൽ ഐഡിയ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലല്ലേ, മനസ്സിലായിട്ടുണ്ടാവണം. ഇന്നത്തെ ജേണൽ ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്ക് വരെ, ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, കൊച്ചു പിള്ളേർക്കെന്നൊക്കെ ശരിക്കും കൊച്ചു പിള്ളേർക്ക് വരെയും ചെയ്യാൻ പറ്റുന്ന ഒരു ജേണലാണ്. ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ചെയ്തത്, കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ വീഡിയോ കൂടി എടുക്കണോണ്ട് അത് കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് അത് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര സ്ട്രെസ് റിലീഫാണ് കിട്ടുക. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് അത് ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നല്ല രസമുണ്ടാവും. കാരണം അത് അങ്ങനത്തെ ഒരു ജേണലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ സ്പ്രെഡിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ ഇട്ട് ഇങ്ങനെ ചരപറ കളർഫുള്ളാണ് മെയിൻ. ഓക്കെ, ഇത് നമുക്ക് ലൈറ്റ് പിങ്ക് ഒന്നും പോരാ, നല്ല കത്തി നിൽക്കണ പിങ്ക് തന്നെയാണ്. കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഒട്ടിക്കണത്? എൻ്റെ കയ്യിൽ സാധാ പിങ്ക് കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല, കത്തി നിൽക്കണ കളറ് ക്രേപ്പ് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ജേണലിൽ അങ്ങനെ ഇന്ന പേപ്പർ ഇന്ന ഇത് പിന്നെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. ഇതാർക്ക് വേണേലും എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഈ ജേണൽ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം ഞാൻ അവിടെ ഒട്ടിച്ചത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. ഇപ്പം ഞാനതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബി ക്രിയേറ്റീവ് എന്ന് ഇങ്ങനെ കുറച്ച് ആൽഫബറ്റ്, ഇത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് അത് ഞാൻ A4 പ്രിൻ്റ് എടുത്തു. കറക്റ്റ് സൈസാണ്, പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ കുറേ സ്ഥലത്ത് വെച്ച് നോക്കി, അങ്ങനെ ഒരു സ്ഥലം ഉറപ്പിച്ചിട്ട് ഞാൻ അവിടെ അത് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടു ഗൈസ്, അപ്പം നമ്മൾ ഈ ഇത്രയും സപ്ലൈസ് വെച്ചിട്ടാണ് ഇന്നത്തെ കുറച്ച് വാഷി ടേപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പ്രിന്റഡ് ഔട്ട് സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇതൊക്കെ വെച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കണ്ടല്ലോ, ചറ പറ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക. അപ്പം ഇത് കണ്ടു തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ സ്പ്രെഡിന്റെ പേരാണ് സ്റ്റിക്കർ സ്പ്ലാഷ്. എന്നാലും ചെറിയൊരു വെറൈറ്റി ഒക്കെ നെക്സ്റ്റ് പേജിലുണ്ട്, അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു ആ വെറൈറ്റി ആണ് ഇനി വരാൻ പോണത്. ഓക്കെ, എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കാരണം നല്ല രസമാണ് ഇത് കണ്ടിരിക്കാൻ. ഞാൻ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കുറേ പ്രാവശ്യം കണ്ടു, വെറുതെ പൊക്കി പറയല്ല, കണ്ടു. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എൻവലപ്പ് എന്ന് പറയണത് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല, വെറുതെ ഒരു എന്താ പറയുക, ഒരു രസത്തിന് വെക്കാൻ പറ്റത്തേ ഉള്ളൂ, തുറക്കാൻ പറ്റത്തില്ല. തുറന്നാലും അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടില്ലല്ലോ, പിന്നെ അത് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നമ്മളത് സ്റ്റിക്കർ വെച്ച് സീൽ ചെയ്തേക്കാണ്. ഞാൻ എടുത്ത കളർ കണ്ടില്ലേ, നമ്മൾ ഇതുവരെ എടുക്കാത്ത കളേഴ്സ് വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല അതാണൊരു കളർഫുൾ സ്റ്റിക്കർ സ്പ്ലാഷ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കണം. ഇഫ് നിങ്ങൾക്ക് കളർ പേപ്പേഴ്സ് ഇല്ല എന്നാണെങ്കിൽ ഗോ വിത്ത് വാട്ടർ കളേഴ്സ് വെച്ചിട്ട് കളർ പേപ്പേഴ്സ് ഉണ്ടാക്കുക. പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, കളർ പേപ്പേഴ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഒരു A4 സൈസ് കളർ പേപ്പറിൽ നിന്ന് സ്ക്വയർ എടുത്തിട്ട് അത് മടക്കി മടക്കിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ 2 പ്രാവശ്യം അത് ട്രയാങ്കിളാക്കിയുണ്ട്. എൻ്റെ അടിയിൽ കുറച്ച് നൺ അലൈൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പശ വെച്ച് ഒട്ടിക്കാൻ നോക്കി, പക്ഷെ നടക്കണ്ടായിരുന്നില്ല. സോ ആ നൺ അലൈൻമെൻ്റ് ആയിട്ട് വന്നില്ലേ, അത് ഒരു ഭാഗത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണൊരു പെർഫെക്റ്റ് തിങ് വന്നത്. ഓക്കെ, അപ്പോൾ അതിന് എൻവലപ്പ് സീൽ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു പിങ്ക്
ഫിലിപ്പിൻ്റെ ഒരു സംഭവം അത് ഞാൻ ഒട്ടിക്കണ്ടെന്ന് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേപ്പർ ഒരു പ്രിൻ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ എടുക്കൂല ലൈക്ക് നമുക്ക് ഓരോ സ്ഥലം എടുക്കരുത്, യൂസ് ചെയ്യാതെ വെക്കാൻ തോന്നില്ലേ, അങ്ങനെ വെച്ചൊരു പേപ്പറാണ്. പെട്ടെന്ന് ഞാൻ അത് കണ്ടപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ എടുക്കാം, അങ്ങനെ ഒറ്റ മൈൻഡിൽ അങ്ങനെ എടുത്തതാണ്. അപ്പം അതിൻ്റെ ഒരു കീറിയ പീസ് പോലെ ഞാൻ കളയാണ്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ബാക്കിൽ ഒട്ടിച്ചപ്പോൾ തന്നെ അവിടെ അതൊരു വേറെ വൈബായി. നമ്മുടെ നേരത്തെ പേജാണ് ശരിക്കത്തെ സ്റ്റിക്കർ സ്പ്ലാഷ് എന്ന് പറയുന്നത്. അത് അത്രയും സ്റ്റിക്കർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് കൂടി ഒരു എന്തൊക്കെയോ വൈബ് ഇതിൽ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ കുറച്ച് എസ്തെറ്റിക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ, എസ്തെറ്റിക് വേറെ സ്റ്റിക്കേഴ്സ് നോക്കി. എന്നിട്ട് എന്തോ എനിക്കിതിന് സ്യൂട്ടാവാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ക്യൂട്ടിലോട്ട് ഞാൻ വന്നു. ഈ ഒരു പേജ് ഞാൻ അങ്ങനെയാണ്, ഈ ഒരു സ്പ്രെഡ് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ക്യൂട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അധികം ക്യൂട്ടായിട്ടുള്ള സ്പ്രെഡ്സ് ഒന്നും ചെയ്യാറില്ല. ഭയങ്കര എസ്തെറ്റിക് ആ ഒരു ഇതിൻ്റെ ആണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ ഇതിൻ്റെ പഴയ സ്റ്റിക്കേഴ്സാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പണ്ടെടുത്തതാണ്, അധികം ക്വാളിറ്റി ഇല്ല ഇതിന് കാണാൻ. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു 10-ൽ 5 കൊടുക്കും. കാരണം എനിക്കിപ്പോൾ ക്യൂട്ടിനോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്, രസമുണ്ട് കാണാൻ. ഈ ഒരു പേജാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കാരണം അത് കുറച്ചും കൂടി എൻ്റെ വൈബാണ്, ഇത് അത്രയ്ക്ക് എൻ്റെ വൈബല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഗൈസ്, നിങ്ങൾ ഈ ഒരു സ്പ്രെഡിന് 10-ൽ എത്ര കൊടുക്കുമെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, അത് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഇത് 62 മിനിറ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കഷ്ടപ്പെട്ട് 7 മിനിറ്റും 7.5 മിനിറ്റും ആക്കിയെടുത്തത്. അതുകൊണ്ട് ഇത് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും എൻ്റെ ഷോർട്സ് വരുന്നതായിരിക്കും. ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതിനു മുമ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.